ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നും ചെയ്യാറുള്ളത് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെയാണ്. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ മലപ്പുറം LPST റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളാണ്. ഒരുപാട് റാങ്കൊന്നും മുന്നിലല്ലെങ്കിലും മെയിൻ ലിസ്റ്റിലാണ് ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ തോന്നി റാങ്ക് ബാക്കിലുള്ളവരുടെ അനുഭവം കൂടി നിങ്ങൾ അറിയണമല്ലോ എന്ന്. ഞാൻ 2023 ജൂണിലാണ് പഠനം ആരംഭിച്ചത്. ഓഫ്ലൈനായിട്ട് ഒരു 3 മാസം അടുത്തുള്ള PSC കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണ് പഠനം തുടങ്ങിയത്. പിന്നീട് ചില ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് ഓഫ്ലൈൻ കോച്ചിങ് നിർത്തേണ്ടി വന്നു. അങ്ങനെ ഞാൻ സൈലം ഓൺലൈൻ കോച്ചിങ്ങിനാണ് ചേർന്നത്. എനിക്കത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഒരു 11 മണി മുതൽ മക്കൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷം പഠനം ആരംഭിക്കും. അവർ വരുന്നത് വരെ ഒരു 4 മണി വരെയൊക്കെ ക്ലാസ് കേൾക്കലും നോട്ട്സ് എഴുതലൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ്സുകളാണ് കേട്ടിരുന്നത്. പിന്നെ രാത്രി ഒരു 2-3 മണിക്കൂറൊക്കെ രാത്രിയും പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ലായിരുന്നു കേട്ടോ. രാത്രി വൈകി എത്ര വരെ വേണമെങ്കിലും ഞാനിരിക്കും. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെയാവും. നിങ്ങൾക്ക് യോജിച്ചൊരു ടൈം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് പഠിക്കുക. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ടിരുന്നത്. അതുപോലെ മറ്റു വിഷയങ്ങളും തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി ഓൺലൈനാണോ ഓഫ്ലൈനാണോ കൂടുതൽ ബെറ്റർ എന്ന് ചോദിച്ചാൽ, എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ചുറ്റുപാടിനനുസരിച്ച് എനിക്ക് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു കേട്ടോ കൂടുതൽ ഉപകാരപ്പെട്ടത്. അത് പലർക്കും പല പോലെ ആവും. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉപകാരം പല വിധത്തിൽ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മൾ എന്തായാലും അതിനൊരുങ്ങി പോവുകയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓൺലൈനായാലും ഓഫ്ലൈനായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തായാലും പഠിക്കൽ നിർബന്ധമാണ്. പിന്നെ ഓഫ്ലൈൻ ആകുമ്പോൾ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും കേട്ടോ. അതേപോലെ കമ്പൈൻ സ്റ്റഡി, അതിനൊക്കെ ഓഫ്ലൈനാണ് ഒന്നും കൂടി ബെറ്റർ. എക്സാമുകൾ നമ്മൾ എഴുതി പരിശീലിപ്പിക്കുന്നത് ഒരുപാട് ഗുണമുള്ള കാര്യമാണ്. ആ 2-3 മാസം തന്നെ എനിക്ക് അതുകൊണ്ട് നല്ല ഗുണമുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഓൺലൈൻ ആയപ്പോൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന അത് നിർത്തി. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എക്സാമുകൾ എഴുതുന്നിടത്തോളം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ശരിയായിട്ട് വരും. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളായാൽ നമുക്ക് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനനുസരിച്ച് ക്ലാസ്സുകൾ കേൾക്കാം. ഇന്ന സമയമെന്നില്ലല്ലോ. നമ്മുടെ ഫ്രീ ടൈംസുകളിൽ എപ്പോഴും വേണമെങ്കിൽ ക്ലാസ് കേൾക്കാം. റെക്കോർഡ് ക്ലാസ്സുകൾ ലഭ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ വിവിധ ചുറ്റുപാടുകളുള്ള ആൾക്കാരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് നല്ലത്. പിന്നെ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് വീണ്ടും എടുത്തിട്ട് കേൾക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ വീണ്ടും എടുത്ത ക്ലാസ് കേൾക്കാം. റിപ്പീറ്റ് ചെയ്ത് കേൾക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് നല്ലത്. രണ്ടിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഏതാണോ ബെറ്റർ വെച്ചാൽ നിങ്ങളത് തിരഞ്ഞെടുക്കുക. പിന്നെ സൈലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലാസ്സുകളാണ് സൈലത്തിലുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ മാത്സിന് ഒരുപാട് വീക്കായിരുന്നു. ജെറിൻ സാറിൻ്റെ ഇസ്മായിൽ സാറിൻ്റെ ഒക്കെ ക്ലാസ് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം മാത്സ് ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്താൽ എനിക്ക് ചെയ്യാൻ കഴിയും. മൻസൂർ അലി സാറിൻ്റെ ക്ലാസ് പിന്നെ പറയണ്ടല്ലോ. സൈക്കോളജി നല്ല ക്ലാസ്സുകളാണ്. എന്തായാലും നമുക്ക് 20 മാർക്ക് നേടാൻ കഴിയുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് സൈക്കോളജി ക്ലാസ്സുകൾ. UPയിൽ എനിക്ക് 20 കിട്ടിയിട്ടുണ്ടായിരുന്നു സൈക്കോളജി ക്ലാസ്സിന്. പക്ഷേ അവിടെ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായി വന്ന് എനിക്ക് എക്സാം എഴുതാൻ ടൈമില്ലാത്തൊരവസ്ഥ വന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് PSC എക്സാമിലേക്ക് വരുന്നത്. ഇതിന് മുമ്പ് അങ്ങനെ ഒരുപാട് എക്സാമുകളൊന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എക്സാമുകൾ എഴുതാൻ ശ്രമിക്കണം. മറ്റെല്ലാ ക്ലാസ്സുകളും സൈലത്തെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഒന്നിനൊന്നും മികച്ചത് തന്നെയായിരുന്നു കേട്ടോ. എല്ലാ ക്ലാസ്സുകളും നമുക്ക് മനസ്സിലാവുന്ന നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു. സൈലം ഓൺലൈൻ ക്ലാസ് നല്ലൊരു ഓപ്ഷൻ. പിന്നെ എനിക്ക് കുറേ അബദ്ധങ്ങൾ പഠനത്തിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് ശ്രമിച്ചിട്ടും എൻ്റെ റാങ്ക് 1000-ന് മുകളിൽ പോയത്. എൻ്റെ റാങ്ക് 1000-ന് മുകളിലാണ്.
ഇംഗ്ലീഷ് ഗ്രാമറെല്ലാം എനിക്ക് വളരെ എന്താ പറയുക ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഞാനത് അധികം പഠിച്ചില്ല. അതുമായിട്ട് കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കുകയോ അത് എഴുതിയെടുത്ത് പഠിക്കാനോ ഞാൻ ശ്രമിച്ചില്ല കേട്ടോ. എന്തോ എനിക്കതിനോടൊരു താല്പര്യം തോന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് അധികം സ്കോർ ചെയ്യാനും സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളും വിഷയങ്ങളായാലും കൂടുതൽ ടൈം എടുത്തിട്ട് അത് പഠിക്കുക. അതെനിക്ക് പറ്റിയ വലിയൊരു തെറ്റായിരുന്നു. അതേപോലെ തന്നെ എക്സാമുകൾ പിന്നെ ഓൺലൈനിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ നമുക്ക് പ്രീവിയസ് പേപ്പേഴ്സ് കിട്ടുമല്ലോ, അത് എടുത്തിട്ട് എക്സാമുകൾ എഴുതിയിട്ട് നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കഴിയുന്നതും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന PSC എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അത് ടൈം മാനേജ്മെൻറ്റിനും നല്ലതാണ്, നമുക്ക് പേപ്പേഴ്സ് പരിചയപ്പെടാനൊക്കെ നല്ലൊരു കാര്യമാണ്. ഈ LP UP എന്ന് മാത്രം അതിൽ ഒതുങ്ങി പോവാതിരിക്കുക. അടുത്തത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, എക്സാം ഹാളിൽ പോയിട്ട് ഓവറായിട്ട് ടെൻഷൻ അടിച്ചു. നമുക്ക് ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ടെൻഷനൊക്കെ പരമാവധി കുറച്ചിട്ട് റിലാക്സ് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അതിൻ്റെ ഓവർ ടെൻഷൻ കാരണം ഞാൻ ഒരുപാട് നെഗറ്റീവ്സ് വരുത്തി. അതേപോലെ മറന്നുപോയി ഒരുപാട് അറിയുന്ന കാര്യങ്ങൾ, നല്ലവണ്ണം പഠിച്ച കാര്യങ്ങൾ വരെ മറന്നു പോകുന്നൊരവസ്ഥ എനിക്ക് എക്സാം ഹാളിൽ വെച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നത് ഒഴിവാക്കുക. അത് നമ്മുടെ ഉള്ള ഓർമ്മ കൂടി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ എക്സാമിൻ്റെ ജേണി. അപ്പോൾ നിങ്ങൾ അടുത്ത LP വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. നമുക്ക് തോന്നും നമ്മൾ ഒരുപാട് മുന്നേ തുടങ്ങിയാൽ മറന്നു പോകൂലേ, അങ്ങനെ ഒരുപാട് മുന്നേ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. എനിക്കും വന്നിരുന്നു. അപ്പോൾ നമ്മൾ എത്ര മുമ്പിൽ തുടങ്ങുന്നോ അത്രയും നല്ലതാണ്. എത്ര മുമ്പ് തുടങ്ങുന്നോ അത്രയും നമുക്ക് ഓർമ്മ നിൽക്കും കേട്ടോ. റിപ്പീറ്റ് ചെയ്യുന്നിടത്തോളം നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും. നമുക്ക് കൂടുതൽ എക്സാമിന് അത് ഉപകാരപ്പെടാം. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. പിന്നെ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ഏത് കോച്ചിങ് സെൻറ്റേഴ്സ് ആയാലും നമ്മൾ നേടും എന്നൊരു ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും. നമ്മളത് പഠനം അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാലേ ഉപകാരപ്പെടുള്ളൂ. എല്ലാവരും നല്ലവണ്ണം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നല്ലൊരു റാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് പഠനം ആരംഭിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.